ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനിൽഡ മിസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻവെർട്ടിബിൾ ഫംഗ്ഷന്റെ ക്ലാസ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടു, പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ടോപ്പിക്കും മാത്രമാണ് നമ്മൾ ഈ സെക്ഷനിലൂടെ ഇതിലൂടെ പറയുന്നത്, ഈ ക്ലാസ്സുകളിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്താണ് ഒരു ഫംഗ്ഷൻ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്നാൽ എന്താണ്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനിലേക്ക് ഒന്ന് പോകാം. അപ്പോ ഒരു ഫംഗ്ഷൻ, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവെർട്ടിബിൾ. എഫ് ഇൻവെർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് ദെയർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ജി, അവിടെ ഒരു ജി വേണം. എങ്ങനെയുള്ളത് ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ്. എഫ് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? എഫ് ഫ്രം എക്സ് ടു വൈ. ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആയിരുന്നു. അപ്പോ അവിടെ ഒരു ജി വേണം, അവിടെ എക്സിസ്റ്റ് ചെയ്യണം ജി. ജി ഫ്രം എന്താ? വൈ ടു എക്സ് ആണ്. വൈ ടു എക്സ് such that G composition F is equal to identity function in X and F composition G is equal to identity function in Y. അപ്പൊ ഇങ്ങനെ വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ G നെ പറയാം G is called the inverse of F. G ഈ F ന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? G composition F എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇൻ എക്സും F composition G എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇൻ വൈയുമാകണം. എങ്കിൽ നമുക്ക് ഈ ജി എന്ത് വിളിക്കാം? ജിയെ നമുക്ക് വിളിക്കാം എഫിന്റെ ഇൻവേഴ്സ് ആണെന്ന് വിളിക്കാം. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇൻവേഴ്സിനെ, എഫ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് നോക്കാം. ഇൻവെർട്ടിബിൾ ആണെന്നും ഇൻവേഴ്സ് കാണുന്നതും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഫ്രം എൻ ടു വൈ ബി എ ഫംഗ്ഷൻ. അപ്പൊ എഫ് നമുക്ക് എഴുതാം. എഫ് എന്ന് പറയുന്നത് എൻ ടു വൈ, എന്നിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പൊ ജി എന്നിൽ നിന്ന് ഇതിലേക്കായിരിക്കും. ജി എന്ന് പറയുന്നത് വൈ ടു എൻ ആയിരിക്കും അല്ലെ. വൈ ടു എൻ ആയിരിക്കും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോ y എന്ന് പറയുന്നത് y ഈക്വൽ ടു 4x+3 ഒക്കെ ഉണ്ട്. ഷോ ദാറ്റ് എഫ് ഇസ് ഇൻവെർട്ടിബിൾ. അപ്പൊ എഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നു 4x+3 ആണ്. അപ്പോ നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇതിൽ നിന്നും എഫ് എക്സ് വൈ എന്നും പറഞ്ഞ y ഈക്വൽ ടു 4x+3 ആണെങ്കിൽ ഇതിൽ നിന്നും എക്സ് ഫൈൻഡ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്നും y എന്ന് കൊടുത്ത് അതിൽ നിന്നും എക്സ് ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എക്സ് ഫൈൻഡ് ചെയ്യാം. 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? y - 3 ഈക്വൽ ടു 4x. ദെൻ എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക? y - 3 4x എന്നുള്ളത് എക്സ് ഈ 4 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോ ഡിവിഷൻ ആകും. അപ്പോ y - 3/4 എന്നാവും. ഇനി ഈ എക്സിന് നമുക്ക് ഇതാണ് ജി. അപ്പൊ ജി ഓഫ് വൈ എന്നിത് കൊടുക്കാം. ജി ഓഫ് വൈ ഈക്വൽ ടു എന്താണ്? ജി ഓഫ് വൈ ഈക്വൽ ടു y - 3/4 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഫൈൻഡ് ചെയ്യണം. അതൊക്കെ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ നോക്കാം. അപ്പൊ എന്താ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് വൈ ആണ്. കോമ്പോസിഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാ അല്ലെ. എഫ് ഓഫ് ജി ഓഫ് വൈ ആ. അപ്പൊ ജി ഓഫ് വൈ എന്തുവാ? ജി ഓഫ് വൈ എന്ന് പറയുന്നത് y - 3/4 ആണ്. അപ്പൊ എഫിന്റെ അകത്ത് എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനില് എക്സിന്റെ അകത്ത് ഇപ്പൊ എന്ത് കൊടുക്കണം? എഫ് എക്സില് എക്സിന്റെ പ്ലേസിൽ ഈ y - 3/4 കൊടുക്കണം. നമുക്ക് കൊടുക്കാം 4 × y - 3/4 + 3. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 4 കട്ടായിട്ട് y - 3 + 3 ഈക്വൽ ടു y എന്നുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ജി കോമ്പോസിഷൻ എഫ് എക്സ് ചെക്ക് ചെയ്യണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് എക്സ് അല്ലേ. നമുക്കറിയാം ജി ഓഫ് എഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് എക്സ് എന്ന് പറയുന്നത് 4x+3. 4x+3 ജീനകത്ത് ജി ഇതാണ്. ജിയിൽ വൈയുടെ പ്ലേസിൽ 4x+3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പൊ 4x+3 ജി നോക്കുന്നു -3/4. അപ്പൊ നമുക്ക് കിട്ടി എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ വീണ്ടും കിട്ടി. എക്സിലുള്ളത് ഐഡന്റിറ്റി ഫംഗ്ഷൻ എക്സ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി
ഇപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷനും ഇപ്പം നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ എഫ് എന്നുള്ള ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഈ ജി എന്നുള്ളത്. ഇത് രണ്ടും ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണ് എങ്കിൽ അത് 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ഇനി 1 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവെർട്ടിബിളും ആയിരിക്കും. ആ പോയിന്റും കൂടി നോട്ട് ചെയ്തോളൂ. അപ്പൊ ഇതുപോലെയാണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന എഫ് എക്സ് ഇടെ എടുക്കുന്നു, അതിനെ y എന്ന് കൊടുത്തിട്ട് അതിൽ നിന്നും എക്സ് ഫൈൻഡ് ചെയ്യുന്നു. അപ്പൊ ആ എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ ഇൻവേഴ്സ് എന്ന് പറയണ ജി ഓഫ് y എന്ന് പറയണ ഫംഗ്ഷൻ. അപ്പോ നമുക്ക് എഫ് ഇൻവേഴ്സ് എന്ന് പറയണത് നമുക്ക് എഴുതണമെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എക്സിൽ എഴുതണമെങ്കിൽ ഇതിനെ വൈയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? എക്സ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3/4 is the inverse of fx equal to 4x plus 3. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുക. ഇപ്പോൾ നമ്മൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you.